ജലജീവൻ മിഷൻ പദ്ധതിയിൽ പ്രതിപക്ഷത്തിന് മറുപടിയുമായി മന്ത്രി റോഷി അഗസ്റ്റിൻ. ഒരു വർഷമായി പദ്ധതിക്കുള്ള കേന്ദ്ര ഫണ്ട് ലഭിക്കുന്നില്ലെന്ന് മന്ത്രി ചോദ്യോത്തരവേളയിൽ വ്യക്തമാക്കി. എന്നാൽ കേന്ദ്രത്തെ കാത്തിരുന്ന് പദ്ധതി വൈകിപ്പിക്കില്ലെന്നും എത്രയും പെട്ടെന്ന് പദ്ധതി പൂർത്തീകരിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി സഭയെ അറിയിച്ചു. കേന്ദ്ര ഫണ്ട് നൽകാതിരുന്നിട്ട് പോലും മാതൃകാപരമായി മുന്നോട്ടു പോകുന്ന പദ്ധതിയാണ് ജൽജീവൻ മിഷൻ. ഈ പദ്ധതി പാടെ നിലച്ചുപോയെന്നായിരുന്നു രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള പ്രതിപക്ഷാംഗങ്ങളുടെ വിമർശനം. ഇന്ന് ജൽജീവൻ പദ്ധതി പരിപൂർണമായി നിലച്ചിരിക്കുകയാണ്. കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന സംസ്ഥാനം. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ കാലാവധി കേന്ദ്ര ഗവൺമെന്റ് അവസാനിപ്പിച്ചു. നിർമ്മല സീതാരാമൻ എന്ന ധനകാര്യമന്ത്രി കഴിഞ്ഞ ബഡ്ജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞത് 3 വർഷം കൂടി നീട്ടാൻ പോകുന്നുവെന്നാണ്. സർ, കേരളത്തിലേക്ക് ഒരു ടീമിനെ അയച്ചു കേന്ദ്ര ഗവൺമെന്റ്. ആ ടീം വന്ന് പരിശോധിച്ചു. സർ, എൻ്റെ നിയോജക മണ്ഡലമായ ഹരിപ്പാട് കുടിവെള്ള പദ്ധതി 16 വർഷമായി പല കാരണങ്ങൾ കൊണ്ട് മുടങ്ങിക്കിടക്കുകയാണ്. ആ പദ്ധതി ഉൾപ്പെടെ 90 പദ്ധതികൾ ഐഡന്റിഫൈ ചെയ്തു. അപ്പൊ കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതി കിട്ടാത്തത് കൊണ്ട് ഈ പദ്ധതികൾ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. മഞ്ഞളാംകുഴി അലി ഉൾപ്പെടെയുള്ള അംഗങ്ങളും രാഷ്ട്രീയ വിമർശനം മാത്രമാണ് ഉന്നയിച്ചത്. എന്നാൽ കണക്കുകൾ മുൻനിർത്തി സംസ്ഥാനത്തെ ജൽജീവൻ മിഷന്റെ പ്രവർത്തനങ്ങൾ മന്ത്രി വിശദീകരിച്ചു. ഏകദേശം 1 ലക്ഷത്തിലധികം കിലോമീറ്റർ പൈപ്പ് ലൈൻ പഞ്ചായത്ത് റോഡുകളിൽ സ്ഥാപിക്കേണ്ടതുണ്ട്. കേരളത്തിൽ 1 ലക്ഷത്തിലധികം കിലോമീറ്റർ പൈപ്പ് ലൈൻ. അതിൽ ഏകദേശം 56,813 കിലോമീറ്റർ പൈപ്പ് ലൈൻ പഞ്ചായത്ത് റോഡിൽ സ്ഥാപിച്ചു കഴിഞ്ഞു. അതില് 31,079 കിലോമീറ്റർ റോഡ് പുനഃസ്ഥാപിക്കുകയും ചെയ്തു. ഫണ്ട് അനുവദിക്കാതെ കേന്ദ്രം തുടരുന്ന അവഗണനയും മന്ത്രി സഭയിൽ തുറന്നുകാട്ടി. കേന്ദ്ര വിഹിതത്തിന് അനുസൃതമായ സ്റ്റേറ്റ് വിഹിതം കൊടുത്തു. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, 500 കോടി രൂപ ഇപ്പൊ സ്റ്റേറ്റ് അഡ്വാൻസ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. നമുക്ക് ആ വിഹിതം കിട്ടിയിട്ടില്ല. ഇനി അത് കാത്തിരിക്കുന്നത് ശരിയല്ല. ഇവിടെ ജോലി നടത്തിയതിന് പണം കൊടുക്കണം, ബാക്കി പണി പൂർത്തീകരിക്കണം. അതിനുവേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോയി ക്യാബിനറ്റ് അംഗീകാരം കൊടുത്തു. ആ തുക കൂടി ലഭ്യമാക്കി കൊടുക്കുമ്പോൾ കുറെ കൂടി ഊർജിതമായി ഈ പ്രവൃത്തി പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. അവിടെ നമുക്ക് ഒരുമിച്ചുള്ള മുന്നേറ്റമാണ് ആവശ്യം. മന്ത്രിമാരായ OR കേളു, R ബിന്ദു തുടങ്ങിയവരും ചോദ്യോത്തരവേളയിൽ വിവിധ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.